കഥ തുടരുന്നു. അറിയാതെ ഷേർലിയുടെ കണ്ണുകൾ നിറഞ്ഞു, തുള്ളികൾ കവിളിലൂടെ ചാടി. ശ്രീദേവിയമ്മ അത് കണ്ടു. ആ മുഖത്ത് അനുതാപവും പ്രകടമായി. കുട്ടി മറ്റൊന്നും വിചാരിക്കരുത്. അമ്മയോട് പിണങ്ങുകയുമരുത്. പഴയൊരു തറവാടായത്. കുറേ ഭാഗം കോൺക്രീറ്റ് ചെയ്ത് പരിഷ്കാര പണികളൊക്കെ ചെയ്തുവെങ്കിലും അറയും മച്ചുമൊക്കെ അതേപടി വച്ചിരിക്കുക. ഇതൊന്നും പൊളിക്കാൻ പാടില്ലെന്നാണ് ജോത്സ്യർ പറഞ്ഞിരിക്കുന്നത്. മച്ചിൽ ഭഗവതിയുണ്ട്. തീണ്ടാരിയായിക്കൊണ്ട് അറയിലോ അടുക്കളയിലോ കയറാൻ ഞാൻ സമ്മതിക്കാത്തോണ്ടാണ് എൻ്റെ മൂത്ത 2 മക്കളുടെയും ഭാര്യമാർ ഇവിടെ താമസിക്കാത്തത്. മച്ചിലെ ഭഗവതി ഉഗ്രരൂപിയാ. അനിഷ്ടം കാട്ടിയാൽ കുടുംബം കുളം തോണ്ടും. വയസ്സായ എൻ്റെ കാര്യത്തിലല്ല എനിക്ക് പ്രയാസം, നിങ്ങൾ മക്കളുടെ കാര്യത്തിലാണ്. നിങ്ങൾക്ക് ദോഷമൊന്നും ഉണ്ടാവരുതെന്നേ എനിക്കുള്ളൂ. ഷേർലി അത്ഭുതത്തിൽ ശ്രീദേവി അമ്മയെ നോക്കി. സ്നേഹവതിയാണ് അമ്മ, എന്നിട്ടും ആ തീരുമാനങ്ങൾ തന്നെ വേദനിപ്പിക്കുന്നല്ലോ എന്ന് അവൾ ഓർത്തു. അന്യജാതിക്കാരെ അടുക്കളയിൽ കയറ്റരുതെന്ന ഇവിടെ പണ്ട് മുതലേ ചിട്ട. മകൻ്റെ ഭാര്യയായാലും ജാതി വ്യത്യാസം തന്നെയാണല്ലോ. പടിഞ്ഞാറെ തൊടിയിലാണെങ്കിൽ പാമ്പിൻ കാവ്. എനിക്ക് തീണ്ടലിലൊന്നും ഒരു നിർബന്ധവും ഇല്ല. പക്ഷേ ദൈവങ്ങളെ പേടിക്കണ്ടേ? ഷേർലി മറുപടി ഒന്നും പറഞ്ഞില്ല. മൂത്തന്മാരുടെ 2ൻ്റെയും ഭാര്യമാർക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്ന് വന്നപ്പോൾ തറവാട് രവിയുടെ പേർക്ക് വച്ചു. രവിക്ക് ഉദ്യോഗസ്ഥ വേണ്ട, വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയുന്ന ഒരു തറവാട്ടുകാരി പെണ്ണ് മതിയെന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ്. മച്ചിലും പാമ്പിൻ കാവിലും വിളക്ക് വയ്ക്കാനൊരു പെണ്ണ്. ഷേർലിയിൽ വീണ്ടും ഒരു നടുക്കമുണ്ടായി. അപ്പോൾ ശ്രീദേവി അമ്മ ആശ്വസിപ്പിച്ചു. സാരില്ല, നിങ്ങൾക്കൊരു പെൺകുട്ടി ഉണ്ടാവുമ്പം ആ കുറവ് നികന്നോളും. ഈ തറവാടിൻ്റെ അവകാശിയായി ഒരു പെൺകുട്ടി, അതാ എൻ്റെ മോഹം. എനിക്കുണ്ടായത് 3 ആൺകുട്ടികളാണ്. ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഞാൻ എത്ര കൊതിച്ചിട്ടുണ്ടെന്നറിയോ? ഇനി ഷേർലി എൻ്റെ മോള്. അവസാന വാചകം ഷേർലിയെ സന്തോഷിപ്പിച്ചു. അമ്മ യാഥാസ്ഥിതികയാണ്, അതുമാത്രമേ ഉള്ളൂ അവരുടെ കുഴപ്പം. വെള്ളിയാഴ്ച അത്താഴപ്പട്ടിണി പാടില്ല എന്ന് പറഞ്ഞ് തന്നെ കൊണ്ട് ഇന്നലെ അത്താഴം കഴിപ്പിച്ചതും അതുകൊണ്ടാവാം. സ്നേഹമുള്ളത് സമാധാനം. ഷേർലിക്കുള്ള കാപ്പിയും പലഹാരങ്ങളും ഭാർഗവിയമ്മ മേശപ്പുറത്ത് കൊണ്ടുവന്നു വെച്ചു. കുട്ടി കഴിച്ചോളൂ. രവിയേട്ടൻ വരാതെ? ഷേർലി മടിച്ചു. എങ്കിൽ രവിയെ വിളിച്ചോളൂ, ശ്രീദേവിയമ്മ പറഞ്ഞു. അപ്പോൾ അമ്മയോ? ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ അമ്മയ്ക്ക് മടിയുണ്ടാകുമോ എന്ന് ഷേർലിക്ക് സംശയമുണ്ടായിരുന്നു. വേണമെങ്കിൽ ഞാനും ഇരിക്കാം, എനിക്ക് വിശപ്പായിട്ടൊന്നുമില്ല. മോൾക്ക് സമയമായിട്ടുണ്ടാവുമെന്ന് കരുതിയാണ് വിളമ്പിയത്. എങ്കിൽ ഞാൻ രവിയേട്ടനെ വിളിച്ചുകൊണ്ട് വരാം. ഷേർലി അകത്തോട്ട് നടന്നു. അമ്മയുടെ നിബന്ധനകളെക്കുറിച്ച് രവിയോട് പറയാൻ പോയില്ല ഷേർലി. എന്തിനും പരാതി പറയുന്ന ഒരു ഭാര്യയായി തുടക്കത്തിലെ തന്നെ തോന്നണ്ട. അമ്മ തന്നെ അടുക്കളയിൽ കയറ്റുന്നില്ലെങ്കിൽ വേണ്ട, അത്രയും ഉത്തരവാദിത്തം കുറഞ്ഞുവെന്ന് ആശ്വസിക്കുന്നതാണ് ബുദ്ധി. ആ വീട് എല്ലാ രീതിയിലും ഷേർലിക്ക് പുതുമയായിരുന്നു. അവൾക്ക് പരിചിതമല്ലാത്ത കുടുംബാന്തരീക്ഷം, മനസ്സിലാക്കാൻ വിഷമമുള്ള ആചാരമര്യാദകൾ. എങ്കിലും പൊരുത്തപ്പെട്ടു പോകാനാവുമെന്ന് തന്നെ അവൾക്ക് തോന്നി. അമ്മയുടെ നിബന്ധനകളെ മറികടക്കാൻ ശ്രമിക്കാതിരുന്നാൽ അവർ യാതൊരു പ്രശ്നത്തിനും വരില്ല. ഷേർലി മോൾക്ക് എന്തൊക്കെയാണ് ഊണിന് വേണ്ടതെന്ന് പറയണം, ശ്രീദേവി അമ്മ ആവശ്യപ്പെട്ടു. സസ്യാഹാരമേ ഇവിടെ ഉണ്ടാകുമെന്ന് മാത്രം. ഇറച്ചിയും മീനും വേണമെന്നുള്ള മക്കൾ പുറത്തുനിന്ന് കഴിക്കുകയാണ് പതിവ്. എനിക്ക് സസ്യാഹാരം മാത്രം മതി, ഷേർലി സമ്മതിച്ചു. അതല്ല, വല്ലതും വേണമെന്നുണ്ടെങ്കിൽ ജോലിക്ക് പോകുമ്പോൾ ഹോട്ടലിൽ നിന്ന് കഴിക്കാമല്ലോ. അതിലൊന്നും എനിക്കൊരു വിരോധമില്ല, അമ്മ ചിരിച്ചു. എനിക്കിവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം മാത്രം മതി അമ്മേ. ഇറച്ചിയും മീനും ഇല്ലെങ്കിൽ വയ്യ എന്ന മട്ടുകാരിയല്ല ഞാൻ. ശ്രീദേവി അമ്മയ്ക്ക് അങ്ങേയറ്റം സന്തോഷമായി. മൂത്ത മക്കളുടെ ഭാര്യമാർക്ക് ചിക്കനില്ലാതെ ചോറിറങ്ങില്ല. അതുകൊണ്ട് ആണ്ടിലൊരിക്കലൊക്കെയേ അവറ്റോൾ ഇങ്ങോട്ട് കിടക്കൂ. സ്വന്തം ജാതിയാണെങ്കിലും ഷേർലി മോളുടെ അത്ര പതിഞ്ഞ സ്വഭാവമൊന്നുമല്ല അവരുടേത്, ഭാർഗവി അമ്മയുടെ അഭിപ്രായം. അങ്ങനെയൊന്നും പറയണ്ട കേട്ടോ, ശ്രീദേവി അമ്മ സ്നേഹപൂർവ്വം പരിചാരകയെ താക്കീത് ചെയ്തു. എങ്കിലും ഷേർലിയെ തനിച്ച് കിട്ടിയപ്പോൾ ഭാർഗവി അമ്മ എല്ലാം തുറന്നു പറഞ്ഞു. മൂത്ത മരുമോളുമാർക്ക് ശ്രീദേവി അമ്മയെ തെല്ലും വകവയ്പില്ല. അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ലേശ നിർബന്ധക്കാരിയാണേലും ശ്രീദേവി അമ്മ ഒരു സാധുവാണ്. ഷേർലിക്കും അങ്ങനെ തന്നെ തോന്നി. അങ്ങനെയല്ലെങ്കിലും ആവും പോലെ സഹിക്കാനും അവൾ തയ്യാറായിരുന്നു. ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകാനാവില്ല. വീടിനെക്കുറിച്ചുള്ള ഓർമ്മ പോലും അവളിൽ ഞെട്ടലുണ്ടാക്കുന്നു. ഒരു പളുങ്കുപാത്രം തകർന്നു പോയതുപോലെയാണ് ജീവിതത്തിൻ്റെ ആദ്യ ഭാഗം ഇല്ലാതെയായത്. വയ്യാത്ത മമ്മി ഇപ്പോൾ തനിച്ചായിരിക്കും എല്ലാം ചെയ്യുന്നത്. പരാതി പറഞ്ഞുകൊണ്ട് വീട്ടിലൂടെ ഇടറി നടക്കും. ചേട്ടന്മാർ പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ സഹായത്തിന് മമ്മിക്ക് ആരുമില്ല. അല്ലെങ്കിലും ചേട്ടന്മാരിൽ നിന്ന് മമ്മിക്കൊരു സഹായവും ലഭിക്കാറില്ല. പപ്പ ഇല്ലാതായാലും മമ്മിയെ വല്ലാതെ തളർത്തിയിരിക്കും. ഏതു നേരത്തും വഴക്കു കൂടുമെങ്കിലും പപ്പായെ മമ്മിക്ക് ജീവനായിരുന്നു. പപ്പായ്ക്ക് തിരിച്ചും. മറ്റുള്ളവർ കാണാൻ വഴക്കിടുന്ന അവർ ശരിക്കും ആദർശദമ്പതികളായിരുന്നു. പപ്പായുടെ മരണത്തിന് കാരണക്കാരിയായ ഈ മകൾക്ക് മമ്മി ഇനിയും മാപ്പ് തരുമോ? മമ്മിയൊന്ന് കാണാൻ ഷേർലിക്ക് വല്ലാത്ത കൊതിയുണ്ടായിരുന്നു. പുറമേ പരുഷവാക്കുകൾ പറയുമെങ്കിലും മമ്മിയുടെ ഉള്ളിൽ സ്നേഹം നിറയുന്നത് അവൾക്ക് അനുഭവപ്പെടാറുണ്ട്. രവിയുടെ അമ്മ എത്ര സ്നേഹം ഭാവിച്ചിട്ടും മമ്മിയുടെ സ്നേഹത്തിന് പകരമാവാത്തത് അതാണ്. എപ്പോഴോ അയൽക്കാരോട് രവിയുടെ അമ്മ പറയുന്നത് ഷേർലി കേട്ടു.
ആ കുട്ടിയുടെ പിന്നാലെ നടന്ന് അവൻ തന്നെയാണ് സകല പ്രശ്നങ്ങളുണ്ടാക്കിയത്. ഒടുവിൽ അതിന് സ്വന്തം വീട്ടുകാരും ഇല്ലാതായി. ഇവൻ ഈ പണി ചെയ്തത് കാരണം അതിൻ്റെ അച്ഛൻ ഹൃദയം പൊട്ടി മരിക്കുകയും ചെയ്തു. ഇനി ഞങ്ങളല്ലേയുള്ളൂ അതിന്. അപ്പോൾ പിന്നെ ജാതിയും മതവും പറഞ്ഞ് അകറ്റി നിർത്തുന്നത് ശരിയാണോ? നാട്ടിൽ മുഴുക്കെ അറിഞ്ഞു അയൽക്കാരിയുടെ ശബ്ദം. ശ്രീദേവിയടുത്ത് ഇത് സമ്മതിക്കുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചില്ല. സമ്മതിക്കാതെ പിന്നെ തരോണ്ടോ? രവിക്കാണ് ഈ വീട്. അവന് ഈ കുട്ടി മതിയെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? പിന്നെ ഒരു കാര്യം പറയാലോ, കണ്ടെടുത്തോളം നല്ല കുട്ടി. നെറ്റിയിലൊരു ചന്ദനക്കുറിയിട്ടാൽ നായർ കുട്ടിയാണെന്നല്ല, നമ്പൂതിരി കുട്ടിയാണെന്നേ പറയൂ. അത് ശരിയാണേ, നല്ല ഐശ്വര്യമുണ്ടെന്ന് ഞാനും സമ്മതിക്കുന്നു. സ്വത്തൊക്കെ ഉണ്ടോ ആവോ? സ്വത്ത് ആർക്ക് വേണം? അമ്മ ചോദിക്കുന്നു. ഇവിടുള്ളതൊക്കെ പിന്നെ ആർക്കാ? എന്നാലും വല്ലതുമൊക്കെ കിട്ടിയാൽ വിടണ്ട. ക്രിസ്ത്യാനികളാവുമ്പോൾ പൂത്ത പണം ഉണ്ടാവും കയ്യിൽ. കല്യാണ സമയത്ത് കിട്ടണതേയുള്ളൂ, പിന്നൊന്നും കിട്ടിയില്ല. അയൽക്കാരി. ഷേർലിക്ക് തമാശ തോന്നി. കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്നതൊന്നുമല്ലല്ലോ സ്ത്രീധനം തരാൻ. ശ്രീദേവി അമ്മയുടെ തർക്കം. സ്ത്രീധനം ചോദിച്ചുവെന്ന് എൻ്റെ ചെക്കൻ അവറ്റോളുടെ തല്ലും കൂടി വാങ്ങണോ? 2 ആഴ്ചത്തേക്ക് ഷേർലി അവധിയിലായിരുന്നു. അതിനിടയിൽ അവൾ ആ വീടുമായി ഇണങ്ങിയിരുന്നു. മരുമകളായല്ല, അതിഥിയായാണ് അവൾ അവിടെ കഴിഞ്ഞത്. കുളിക്കുകയും വേഷം മാറുകയും അമ്മ പറയുന്നതിന് തല കുലുക്കുകയും വിളമ്പിക്കിട്ടുന്ന ഭക്ഷണം കഴിക്കുകയും. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ ജോലിക്ക് പോയി തുടങ്ങിയിരുന്നു. മാറ്റം കിട്ടിയിരുന്നതിനാൽ വീടിൻ്റെ കുറെ അകലെയുള്ള ഒരു ശാഖയിലായിരുന്നു രവീന്ദ്രൻ. 3 ദിവസം കൂടുമ്പോഴേ അയാൾ വരും. തീണ്ടാരി അയാൾ പറയണേ, മാറിയിരിക്കുക എന്നൊരു ശീലം ഇവിടെയുണ്ട് എന്ന് വന്ന അന്ന് തന്നെ ശ്രീദേവി അമ്മ പറഞ്ഞിരുന്നു. 2 ആഴ്ചത്തെ അവധി തീരുന്നതിൻ്റെ തലേന്നാണ് ഷേർലി പുറത്തായത്. അവൾ വിവരം അമ്മയെ അറിയിച്ചു. എങ്ങും തൊടാതെ എങ്ങു പോന്നോളൂ. ശ്രീദേവി അമ്മ അവളെ പുറത്തേക്ക് കൈയാട്ടി വിളിച്ചു. കാര്യം മനസ്സിലാവാതെ ഷേർലി പിന്നാലെ ചെന്നു. വരൂ എന്ന് വിളിച്ചുകൊണ്ട് ശ്രീദേവി അമ്മ മുമ്പേ നടന്നു. പുറത്തുനിന്നും പ്രത്യേകം വാതിലുള്ള ഒരു കൊച്ചുമുറിയുടെ മുന്നിലെത്തി അവർ. മെല്ലെ ആ വാതിൽ തുറന്നു. മാറാല കെട്ടിയ ഒരു മുറി. അകത്തുനിന്നും ദുഷിച്ചവായുവിൻ്റെ ഗന്ധം പുറത്തേക്ക് അടിച്ചു. പുറത്തുനിന്ന് ഷേർലി അത് കണ്ടു. അകത്ത് മുറിയുടെ ഒരു കോണിൽ തേങ്ങ കൂട്ടിയിട്ടിരിക്കുന്നു. മുകളിലേക്ക് ഒരു മരക്കോണിയുമുണ്ട് മുറിയിൽ. ഇനി 4 നാളേക്ക് ഈ മുറിയിൽ കഴിഞ്ഞാൽ മതി, ശ്രീദേവി അമ്മ അറിയിച്ചു. പായ കൊണ്ടുവന്ന് തരാം. ചൂലും മുറിയാകെ ഒന്ന് അടിച്ചു വാരിക്കോളും. പുറത്തായി കഴിഞ്ഞാൽ ഇവിടുത്തെ സ്ത്രീകൾ കഴിയണത് ഈ മുറിയിലാണ്. അമ്മ തിരിഞ്ഞു നടന്നു. പിന്നീട് വന്നപ്പോൾ കയ്യിൽ ചുരുട്ടിയ ഒരു പഴയ പായയും ചൂലും ഉണ്ടായിരുന്നു. 4 നാൾ ഇവിടെ കഴിയണം. ഭക്ഷണം അമ്മ ഇവിടെ എത്തിച്ചോളാം. നായർ സ്ത്രീകൾ 4 നാളേക്കാണ് താണ്ടാരി പാലിക്കേണ്ടത്. ഷേർലിയുടെ മുഖത്തെ അമ്പരപ്പ് കണ്ട് അമ്മ ചിരിച്ചു. ഇനി മോള് നായർ സ്ത്രീയാ. നായരുടെ ഭാര്യ നായർ തന്നെയാ. ഷേർലി എന്നുള്ള പേര് മാറ്റി വിളിച്ചൂടെ എന്ന് ചില പെണ്ണുങ്ങളെ എൻ്റെ അടുത്ത് ചോദിച്ചു. ഏതായാലും അതൊന്നും വേണ്ട. പക്ഷേ ജീവിതം ഇനി നായർ പെണ്ണായിട്ട് മതി. ഷേർലി ഒരക്ഷരവും മിണ്ടിയില്ല. അകത്തേക്ക് പോയിക്കോളൂ, ശ്രീദേവി അമ്മ കൽപ്പിച്ചു. ഇത്തിരി കഴിയുമ്പോൾ ഇതിലൊക്കെയുള്ള പ്രയാസമങ്ങ് മാറിക്കൊള്ളും. നായർ പെണ്ണായി ജീവിക്കാമെന്ന് പറഞ്ഞാൽ അത് ഭാഗ്യമോളെ. 4 ജാതിയിലും നല്ലത് നായരാണെന്നാ പറയാ. ഷേർലി മനസ്സിൽ ചിരിച്ചു. ഏതൊക്കെയാണ് ആ 4 ജാതികളെന്ന് അവൾക്ക് മനസ്സിലായില്ല. അവൾ തിരിഞ്ഞ് ആ കൊച്ചുമുറിയിലേക്ക് കയറി. ഒരു സ്റ്റോർ മുറി പോലുണ്ടായിരുന്നു അത്. 15 വർഷം മുമ്പ് വരെ മാസത്തിൽ 4 നാൾ ഞാനും ഇതിനുള്ളിൽ കഴിഞ്ഞിട്ടുണ്ട്. അന്ന് ഈ മുറിക്ക് ജനൽ പോലും പിടിപ്പിച്ചിട്ടില്ലായിരുന്നു. പുറത്തുനിന്ന് ശ്രീദേവി അമ്മ പറഞ്ഞു. സമയത്ത് ഭാർഗവി അമ്മ മുറിയിൽ ഭക്ഷണം എത്തിച്ചു. കൈ കഴുകാൻ തൊടാതെ അകന്നു നിന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇന്നിപ്പം ഈ ഒരു വീട്ടിൽ മാത്രമേ ഇത്തരം മാറിയിരിപ്പുള്ളൂ. ആളുകൾ കേട്ടാൽ ചിരിക്കും, ആ സ്ത്രീ പറഞ്ഞു. മൂത്തന്മാരുടെ ഭാര്യമാർ രണ്ടും ഇതൊന്നും സമ്മതിച്ചു കൊടുത്തില്ല. എന്നുവെച്ച് ഞാൻ ശ്രീദേവി അമ്മയെ കുറ്റപ്പെടുത്തുന്നില്ല. മച്ചിൽ ഭഗവതി ഉള്ളപ്പോൾ സൂക്ഷിക്കാതെ പറ്റില്ലല്ലോ. രാത്രി ഊണ് തരാൻ ശ്രീദേവി അമ്മ എത്തിയപ്പോൾ ഷേർലി അറിയിച്ചു. നാളെ തൊട്ട് ഞാൻ ജോലിക്ക് പോയി തുടങ്ങിയാലോ എന്ന് ആലോചിക്കുക. ആയിക്കോളൂ, ശ്രീദേവി അമ്മ തലയാട്ടി. മാറാനുള്ള സാരിയും ബ്ലൗസും ഞാനിവിടെ എത്തിക്കാം. പക്ഷേ 4-ാം കുളി കഴിഞ്ഞ് വരുമ്പോൾ അതും കൂടി കുളത്തിൽ മുക്കി താഴ്ത്തിയെടുക്കണം. പുറത്തായിരിക്കുമ്പോൾ ഉപയോഗിച്ച പാത്രങ്ങൾ വരെ 4-ാം നാൾ മുക്കി താഴ്ത്തിക്കൊണ്ട് പോരണമെന്നാണ് നിയമം. ഷേർലി ഒന്നും പറഞ്ഞില്ല. ജോലിക്ക് പോകുമ്പോഴെങ്കിലും ഈ മുഷിഞ്ഞ വായു കെട്ടിയെടുക്കുന്ന മുറിയിൽ നിന്നും രക്ഷപ്പെടാമല്ലോ എന്നാണ് അവൾ ആശ്വസിച്ചത്. കണ്ടോ ഭാർഗവേ, ഇതാണ് അനുസരണ. അച്ചടക്കത്തിൽ വളർത്തിയിരിക്കുന്ന കുട്ടികൾ എവിടെ ചെന്നാലും അത് പാലിക്കും. ജാതിയിലും മതത്തിലുമൊന്നും ഒരു കാര്യവുമില്ലെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. നല്ല കുട്ടികൾ എല്ലാ ജാതിയിലുമുണ്ട്. അകത്തുനിന്ന് ശ്രീദേവിയമ്മയുടെ ശബ്ദം. അമ്മയുടെ സ്നേഹത്തിനും കുടുംബസമാധാനത്തിനും വേണ്ടി ആവുന്നത്ര തോൽക്കാൻ ഷേർലി സന്നദ്ധയായിരുന്നു. അവധി കഴിഞ്ഞ് ഷേർലി പോസ്റ്റ് ഓഫീസിലെത്തിയ ദിവസം എല്ലാവരും അതിശയത്തിലാണ് അവളെ വീക്ഷിച്ചത്. ഷേർലി കൗണ്ടർ തുറന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ടത് പുറത്ത് തന്നെ നോക്കി നിൽക്കുന്ന റോണിച്ചായനെയാണ്. ആ മുഖത്ത് പുഞ്ചിരി. ഷേർലിയുടെ മിഴികൾ വിടർന്നു. സീറ്റിൽ നിന്നും ഷേർലി എഴുന്നേറ്റു ചുറ്റും കണ്ണോടിച്ചു. തൊട്ടടുത്ത സീറ്റിലിരുന്ന പത്മകുമാരി എന്തേ എന്ന് ഷേർലിയോട് തിരക്കി. ചേട്ടായി പുറത്തു വന്ന് നിൽക്കുന്നു. താൻ ഇവിടെ ഒന്ന് മാനേജ് ചെയ്യുമോ? ഓ യെസ്, താൻ പോയിക്കോ, പത്മകുമാരി സമ്മതിച്ചു. അവളുടെ മുഖത്ത് സന്തോഷം.
ഷേർലി ഇറങ്ങി പുറത്തു ചെന്നു. പുഞ്ചിരിയോടെ റോണി അവളെ നോക്കി നിന്നു. സ്വകാര്യമായ ഒരു സ്ഥലത്തായിരുന്നെങ്കിൽ ഷേർലി ഓടിച്ചെന്ന് ചേട്ടൻ്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരയുമായിരുന്നു. നിറഞ്ഞു തൂവിയ കണ്ണീർ അവൾ സാരി തുമ്പുയർത്തി ഒപ്പി. വാ എന്ന് പറഞ്ഞ് റോണി പുറത്തേക്ക് നടന്നപ്പോൾ ഷേർലിയും പിന്നാലെ ചെന്നു. പുറത്തു കടന്ന് പോർച്ചിൽ അവർ നിന്നു. എന്നു മുതലാ നീ ഓഫീസിൽ വന്നു തുടങ്ങിയത്? റോണി ചോദിച്ചു. ഇന്ന് വന്നതേയുള്ളൂ. 2-3 തവണ നിന്നെ തിരക്കി ഞാനിവിടെ വന്നിരുന്നു. ഷേർലി അത്ഭുതത്തിൽ റോണിയെ നോക്കി. നിനക്ക് സുഖമാണോ മോളെ? റോണി തിരക്കി. ഷേർലിയുടെ കണ്ണുകൾ വീണ്ടും നനഞ്ഞു. അതേ എന്നവൾ മെല്ലെ തലയാട്ടി. അവൻ എങ്ങനെ രവീന്ദ്രൻ? റോണി ഒന്ന് നോക്കിയതല്ലാതെ ഷേർലി മറുപടിയൊന്നും പറഞ്ഞില്ല. ആ വീട്ടിലുള്ളവരൊക്കെയോ? അമ്മയെയുള്ള വീട്ടിൽ നല്ല സ്നേഹമാണ്. പഴയ തറവാടായതുകൊണ്ട് ഒരുപാട് ചിട്ടകളൊക്കെയുണ്ട്. സന്തോഷമായി. അതുമായി ചേർന്ന് പോകണം. ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കഷ്ണം തിന്നണമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ശുദ്ധ വെജിറ്റേറിയനാ അമ്മ. മീനും ഇറച്ചിയുമൊന്നും വീട്ടിൽ കയറ്റത്തില്ല. മീനും ഇറച്ചിയും തിന്നാലേ ജീവിക്കാനാവുന്നില്ലല്ലോ. കുടുംബ സമാധാനമാ മോളെ വലുത്. അഡ്ജസ്റ്റ് ചെയ്യണം. എന്ത് തിന്നാലും എങ്ങനെയൊക്കെ ജീവിച്ചാലും ഒടുവിൽ നമ്മളൊക്കെ മണ്ണിലേക്കാ. നമുക്ക് നഷ്ടപ്പെട്ടവരായിരിക്കില്ല നമ്മുടെ വേദന. മറ്റുള്ളവരിൽ നിന്നും നമ്മൾ പിടിച്ചു പറിച്ചവരായിരിക്കും. കൊടുക്കുന്നത് മനസ്സുഖം തരിക, വാങ്ങിക്കുന്നത് മനസ്സിന് ഭാരവും. ഷേർലിയുടെ കണ്ണുകൾ വിടർന്നു. റോണിച്ചായൻ ശാന്തനും തത്വചിന്തകനുമാണെന്ന് ഷേർലിക്കറിയാം. പപ്പായുടെ അതേ തരം. എങ്കിലും പപ്പായെ കൊന്ന ഈ അഞ്ചത്തിക്ക് റോണിച്ചായൻ മാപ്പ് തരുമെന്ന് ഓർത്തില്ല. രവീന്ദ്രൻ ഇപ്പം എവിടെയാ? ഷേർലി സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു. ഇവിടെ നിന്ന് പോകാൻ വേണ്ടി ആരെയൊക്കെയോ സ്വാധീനിച്ച് ഒരുപാട് ശ്രമങ്ങൾക്ക് ശേഷം നേടിയെടുത്ത ട്രാൻസ്ഫറാ. എന്നെ മറക്കാനുള്ള ശ്രമമായിരുന്നു. യാത്ര പറഞ്ഞ് പിരിഞ്ഞതുമാ. അപ്പോഴാ സാബുചായൻ ആളുകളെ വിട്ട് തല്ലിച്ചത്. ഇവിടുന്ന് പോകുന്നതിൻ്റെ തലേന്ന് ആശുപത്രിയിൽ ഞാൻ കാണാൻ പോയി. ഇതൊന്നും പ്രതീക്ഷിച്ചതേയല്ല. ഒഴിഞ്ഞു മാറാനാവുന്നത്ര നോക്കിയതുമാണ്. എന്നിട്ടും അവൾ ഏങ്ങിക്കരഞ്ഞു. ഞാൻ കാരണം എൻ്റെ പപ്പ. അങ്ങനെയൊന്നും നീ വിഷമിക്കേണ്ട. റോണി അഞ്ചത്തിയുടെ ചുമലിൽ തട്ടി. എല്ലാം അറിയുന്നവനാ ഞാൻ. ഇത് വിധിയായിരുന്നു എന്ന് കരുതിയാൽ മതി. ഇനിയും പുതിയ ജീവിതമായി പൊരുത്തപ്പെടുക. കുറ്റബോധം തോന്നേണ്ട യാതൊരു കാര്യവും സംഭവിച്ചിട്ടില്ല. മമ്മി നിന്നോട് ദേഷ്യപ്പെട്ടതിലൊക്കെ മമ്മിക്കിപ്പോൾ വിഷമമുണ്ട്. മമ്മിക്ക് മാത്രമല്ല, സാബുച്ചായനും സുനിലിനുമൊക്കെ പ്രയാസമുണ്ട്. ആരും നിന്നെ ഉപേക്ഷിച്ചു എന്ന് കരുതണ്ട. ഇതുവരെ അവർ കാണിച്ചതോ നിന്നോടോ രവിയോടോ ഉള്ള ദേഷ്യമല്ല. നാട്ടുകാരുടെയും സമുദായത്തിൻ്റെയും മുന്നിൽ അപമാനിതരായതിൻ്റെ പൊട്ടിത്തെറിയ. ഇതിലൊന്നും ഇത്ര കാര്യമില്ലെന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു 10 പേരുണ്ടായാൽ മതി. ഇത്തരം കാര്യങ്ങളിലുള്ള മനുഷ്യൻ്റെ അതിരുകടന്ന വികാരാവേശം നിലച്ചുകൊള്ളും. മമ്മിക്ക് അസുഖമൊന്നുമില്ലല്ലോ? പപ്പ പോയതിൻ്റെ ദണ്ണം ഇനിയും മാറിയിട്ടില്ല, അത്രയുള്ളൂ. പപ്പയുടെ കാര്യത്തിൽ എൻ്റെ അത്ര ദണ്ണം ആർക്കെങ്കിലും ഉണ്ടാവുമോ? ഷേർലി കരയാൻ തുടങ്ങി. വായ് പൊത്താൻ എന്നോണം റോണി അവളുടെ നേർക്ക് കൈനീട്ടി. എവിടെ നിന്നാ കരയുന്നതെന്ന് നിനക്ക് വല്ല വിചാരവുമുണ്ടോ? ഇവിടെ എല്ലാവർക്കും അറിയാം പ്രശ്നം. അത് ഓഫീസിലുള്ളവർക്കല്ലേ എന്ന് വെച്ച് പൊതുജനത്തെ വെറുതെ അമ്പരിപ്പിക്കണോ? ഷേർലി വീണ്ടും സാരി തുമ്പുകൊണ്ട് മുഖം തുറച്ചു. നിന്റെ രവിയെ ഒന്ന് കാണാൻ എന്താ വഴി? റോണി അന്വേഷിച്ചു. ബാങ്കിലെ നമ്പർ തരാം. റോണിച്ചായം വിളിച്ച് സംസാരിച്ചോളൂ. ബാങ്കിൽ പോകുന്നില്ല ഞാൻ. വീട്ടിൽ വന്നാൽ ദൂരം കൂടുതലുള്ളതുകൊണ്ട് 2-3 ദിവസങ്ങൾ കൂടുമ്പോഴാണ് രവിയേട്ടൻ വീട്ടിലെത്തണത്. രവിയേട്ടൻ എന്നാ നീ വിളിക്കണത്? റോണി ചിരിച്ചു. ഷേർലിക്ക് നാണം വന്നു. ഒരു ഞായറാഴ്ച ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരാം. എന്താ? വിളിച്ചു പറഞ്ഞിട്ട് വരണം. ഞാൻ ഫോൺ നമ്പർ തരാം. ഞാൻ വന്നാൽ എങ്ങനെയായിരിക്കും രവീന്ദ്രൻ്റെ സ്വീകരണം? അന്ന് വീട്ടിൽ വന്നപ്പോഴുള്ള ഞങ്ങളുടെ പെരുമാറ്റത്തിൽ പ്രതിഷേധം കാണില്ലേ? രവിയേട്ടൻ അങ്ങനെയൊന്നുമില്ല. റോണിച്ചായൻ്റെ ടൈപ്പിൽ കൂട്ടാവുന്ന ആളാണ്. എങ്കിൽ വിളിച്ചറിയിച്ചിട്ട് ഞാൻ വരാം, റോണി പറഞ്ഞു. ഷേർലി തലയാട്ടി. നിനക്ക് രൂപ വല്ലതും വേണോ? തിരിഞ്ഞു നടക്കാനഞ്ഞ റോണി പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെയാണ് ചോദിച്ചത്. ഷേർലി അത്ഭുതത്തിൽ ചേട്ടനെ നോക്കി. ഉടുത്തുണിയോടെ ഇറങ്ങിപ്പോന്നതല്ലേ നീ? ഞങ്ങൾ 3 അച്ചായന്മാരുടെ ഒറ്റ പെങ്ങളാ നീ. നിനക്കായി കരുതി വെച്ചതെല്ലാം അവിടെയുണ്ട്. പിന്നെ നിന്റെ ഷെയർ. കയ്യും വീശി കയറി വന്നവളായി രവീന്ദ്രനോ അവൻ്റെ വീട്ടുകാരോ നിന്നെ കരുതാൻ പാടില്ല. അതിൻ്റെ പ്രയാസം ഞങ്ങൾക്കാ. കാര്യം ജാതിയും മതവും മാറി ഒരുത്തൻ്റെ ഒപ്പം നീ പോയി എന്ന് വെച്ച്. എനിക്ക് എൻ്റെ അച്ചായന്മാരുടെയും അമ്മയുടെയും സ്നേഹമുണ്ടായിരുന്നാൽ മതി. രവിയേട്ടൻ്റെ വീട്ടിൽ ഒന്നിനും ഒരു കുറവില്ല. കയ്യും വീശി കയറി ചെന്നവളായി അവിടെ ആരും എന്നെ കരുതത്തുമില്ല. ആ വീട് അമ്മ രവിയേട്ടൻ്റെ പേരിലാണ് കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾ അവിടെ തന്നെ താമസിക്കണമെന്ന അമ്മയ്ക്ക്. റോണിയുടെ മുഖം വിടർന്നു. ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ ഷേർലിയിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിരിക്കുന്നതായി റോണിക്ക് തോന്നി. ഒരു നായർ ലുക്ക്. നെറ്റിയിൽ സിന്ദൂര പൊട്ടുണ്ട്. മുടി മടക്കി ക്ലിപ്പ് ചെയ്യുന്ന പഴയ സ്റ്റൈലിന് പകരം തുമ്പ് കെട്ടി പിന്നിൽ വിടർത്തിയിട്ടിരിക്കുകയാണ്. മുഖത്തിനും കൈത്തണ്ടകൾക്കുമൊക്കെ പഴയതിലും എണ്ണമിനുപ്പ്. ജാതികൾ തമ്മിലുള്ള വ്യത്യാസം ഇത്രയുമൊക്കെയേയുള്ളൂ. ഒരു ക്രിസ്ത്യാനി പെണ്ണ് സിന്ദൂരപ്പൊട്ടും ചന്ദനക്കുറിയും അണിയുമ്പോൾ മാറിപ്പോകുമോ? ഏതായാലും ഒരു ദിവസം ഞാൻ അവിടെ വരാം എന്ന് പറഞ്ഞ് റോണി പിരിഞ്ഞു.
ഷേർലിയെ കണ്ട വിവരം അയാൾ സഹോദരന്മാരോടും മമ്മിയോടും പറഞ്ഞു. തന്നിഷ്ടത്തിന് ഇറങ്ങിപ്പോയവൾ സുഖമാണെന്ന് തന്നെയേ പറയത്തുള്ളൂ, സാബു പറഞ്ഞു. അത്ര വലിയ സുഖമല്ലേലും കാര്യമായ അസുഖങ്ങളൊന്നുമില്ലെന്ന അവളുടെ മുഖം കണ്ടിട്ട് എനിക്ക് തോന്നിയത്, റോണി തർക്കിച്ചു. അസുഖമുണ്ടാവാതിരിക്കണതല്ലേ ഇനി എല്ലാവർക്കും നല്ലത്, സാബു പറയുന്നതിനിടയിൽ അവൻ മുഖം ചുളിച്ചു. എന്നാലും ഒരു നായരെ അളിയനായി കാണണമല്ലോ എന്ന് ഓർക്കുമ്പോഴാ. പോരെങ്കിൽ ഇത്രയും പുക്കാറൊക്കെ ഉണ്ടാക്കിയിട്ട്. അത് പുക്കാറുണ്ടാക്കും മുമ്പ് ആലോചിക്കേണ്ടതായിരുന്നു, റോണി കുറ്റപ്പെടുത്തി. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ, എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടാൽ മതിയായിരുന്നു, ഗ്രേസമ്മ അറിയിച്ചു. അവളും അവനും കൂടി ഇങ്ങോട്ടൊന്നും വരാതെ ഞങ്ങളെങ്ങനെ അങ്ങോട്ട് ചെല്ലുന്നേ, സുനിൽ ചോദിച്ചു. അവളും അവനും കൂടി ഇങ്ങോട്ട് വന്നപ്പം പറഞ്ഞത് കാണിച്ചതും മറന്നോ, ഗ്രേസമ്മ ഇളയ മകനോട് ചോദിച്ചു. ഇനി അവരെന്ത് വിശ്വസിച്ചാ ഇങ്ങോട്ട് വരുന്നത്? അപ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ട് ചെന്ന് അവരുടെ ആട്ടുകൊള്ളണോ, സാബു. നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത് നമ്മളെ പെണ്ണ് അവിടെ ഉണ്ടായിട്ടാ, ഗ്രേസമ്മ പറഞ്ഞു. എന്ന് വെച്ച് ആട്ടാനും തുപ്പാനും ഒന്നും ആരും വരത്തില്ല. അങ്ങനെ ഉണ്ടായാൽ അവൾ സമ്മതിക്കുമോ? സമ്മതിച്ചില്ലേ അവളിറങ്ങി പോരേണ്ടി വരത്തില്ലയോ? അതിൻ്റെ ദൂഷ്യം അവൾക്കല്ലേ, സാബു തിരക്കി. ഏതായാലും നമ്മൾ കൊണ്ടുപോയി നമ്മുടെ തല വല്ലവൻ്റെ കക്ഷത്തിൽ വെച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയ പെങ്കൊച്ച കഴുത്തേൽ 2.5 പവൻ്റെ ഒരു മാലയും കാതിൽ 1/2 പവൻ്റെ കമ്മലും മാത്രമുണ്ട്. അതോർത്തിട്ടാ എൻ്റെ നാണക്കേട്, ഗ്രേസമ്മ പറഞ്ഞു. 10-25 പവൻ്റെ സ്വർണം അവൾക്കായിട്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചിരുന്നതല്ലേ, സുനിൽ തിരക്കി. പോയപ്പോൾ അതുകൂടി എടുത്തുകൊണ്ട് കൊണ്ടുപോകാമായിരുന്നില്ലേ അവൾക്ക്? പോകുവാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലോ അവൾ പോയത്. സത്യത്തിൽ അവളെങ്ങും പോകത്തുമില്ലായിരുന്നു. അവളൊരു യാത്ര പറഞ്ഞു പിരിഞ്ഞതാ. സ്വയം ശ്രമിച്ചു ട്രാൻസ്ഫറും സംഘടിപ്പിച്ചതാ രവീന്ദ്രൻ. പിറ്റേന്ന് രാവിലെ ഇവിടം വിട്ടു പോകുന്നുമായിരുന്നവനെ റൗഡികളെ വിട്ട് തല്ലിപ്പിച്ചതാ പെട്ടെന്നുള്ള പ്രകോപനങ്ങൾക്കൊക്കെ കാരണം. ഇക്കാര്യത്തിൽ ഷേർലിയെ കുറ്റം പറയാനേ എനിക്ക് കഴിയില്ല, റോണി പറഞ്ഞു. കുറ്റം മുഴുവൻ ചെയ്തത് ഞാനായിരിക്കും, സാബു പരിഭവിച്ചു. അതല്ലേലും അങ്ങനെയല്ലേ വരൂ. പരസ്പരം കുറ്റപ്പെടുത്തിയിട്ടൊന്നും ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞ് സുനിൽ എഴുന്നേറ്റു. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. കുറ്റം ആര് ചെയ്താലും ഞാനൊന്ന് തോറ്റു കൊടുക്കാൻ പോകുക, റോണി അറിയിച്ചു. രവീന്ദ്രൻ്റെ വീട്ടിലൊന്ന് പോകാൻ ഞാൻ തീരുമാനിച്ചു. ഞാനും കൂടി പോന്നാലോ മോനെ, അപേക്ഷാഭാവത്തിൽ ഗ്രേസമ്മ റോണിയെ നോക്കി. അതൊക്കെ പിന്നെയാകാം. അവിടുത്തെ അന്തരീക്ഷമൊക്കെ ഒന്ന് ആദ്യം മനസ്സിലാക്കട്ടെ. പോണതൊക്കെ കൊള്ളാം, സാബു നിബന്ധന വച്ചു. സ്വന്തം വണ്ടിയിലേ പോകാവൂ. അവിടെ ചെന്നിട്ട് താഴ്ത്തിക്കെട്ടുന്ന രീതിയിലുള്ള വല്ല പെരുമാറ്റം ഉണ്ടായാൽ അന്നേരം തിരിച്ചു പോന്നേക്കണം. വഴക്കൊന്നും ഉണ്ടാക്കണ്ടല്ലോ ഇല്ലേ, റോണി സാബുവിനെ നോക്കി ചിരിച്ചു. ഏതായാലും സാബു അച്ചായൻ സമ്മതിച്ചല്ലോ, എനിക്കിപ്പോൾ സന്തോഷമായി. ജാതിയും മതവും മാറിയെങ്കിലും ചെറുക്കം കൊള്ളാവുന്നവനാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാനൊന്ന് മൂളിയത്. സാബുവും രംഗത്ത് നിന്ന് എഴുന്നേറ്റു. ഒരു ദിവസം റോണി രവീന്ദ്രൻ്റെ ബാങ്കിലേക്ക് ഫോണിൽ വിളിച്ചു. രവീന്ദ്രനെ ലൈനിൽ കിട്ടിയപ്പോൾ സ്വയം പരിചയപ്പെടുത്തി. ഞാൻ റോണി, തൻ്റെ ഷേർലിയുടെ 2ാമത്തെ ആങ്ങളയാ. റോണി എന്ന് പറഞ്ഞാൽ മതി, എനിക്ക് മനസ്സിലാകും, രവീന്ദ്രൻ ചിരിച്ചു. അവിടെയുള്ള എല്ലാവരെയും കുറിച്ച് ഷേർലി എനിക്ക് വ്യക്തമായ ചിത്രം തന്നിട്ടുണ്ട്. എനിക്ക് തന്നെയൊന്ന് കാണാൻ കഴിയുമോ? എന്താ കഴിയാത്തത്? എപ്പോൾ വേണമെന്ന് പറഞ്ഞാൽ മതി. അടുത്ത ഞായറാഴ്ച ഞാനങ്ങോട്ട് വന്നാലോ വീട്ടിലേക്ക്? വരൂ, ഞാൻ വീട്ടിൽ കാത്തിരിക്കാം. പിന്നെ സന്ദർശനോദ്ദേശം പ്രത്യേകിച്ച് ചോദിക്കുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. ഒരു തെറ്റിദ്ധാരണയുമില്ല, റോണി ചിരിയോടെ അറിയിച്ചു. ഞങ്ങൾക്ക് കോംപ്രമൈസ് ആവണമെന്നുണ്ട്. കാരണം ഞങ്ങളുടെ പെങ്ങളെ ഞങ്ങൾക്ക് ഉപേക്ഷിക്കാൻ വയ്യ. ഞങ്ങളുടെ മമ്മിക്ക് മോളെയും ആവശ്യമുണ്ട്. സന്തോഷം, നമുക്ക് ഞായറാഴ്ച കാണാം. രവീന്ദ്രൻ നായരാണ് ആദ്യം ഫോൺ വെച്ചത്. ഞായറാഴ്ച റോണി തെറ്റിച്ചില്ല. ഹാർദവമായ ഒരു വരവേൽപ്പാണ് അയാൾക്ക് രവീന്ദ്രൻ്റെ വീട്ടിൽ നിന്ന് ലഭിച്ചത്. രവീന്ദ്രനും അമ്മയും മത്സരിച്ച് അതിഥി സേവ നടത്തി. ഷേർലി കാഴ്ചക്കാരിയായി നോക്കി നിന്നതേയുള്ളൂ. ഷേർലിക്കായി ഞങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള സ്ത്രീധനം ഞങ്ങൾ ഒരുക്കി വച്ചിട്ടുണ്ട്, മടങ്ങാൻ നേരം റോണി പറഞ്ഞു. അതുപോലെ അവളുടെ ഷെയറും നിങ്ങൾക്ക് എപ്പം ആവശ്യം വന്നാലും അതിങ്ങ് ഏൽപ്പിച്ചോളാം. ശ്രീദേവി അമ്മയാണ് അതിന് മറുപടി പറഞ്ഞത്. നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ എന്തു കൊടുത്താലും ഞങ്ങൾ തടയില്ല എന്ന് വെച്ച് ഞങ്ങളത് ബോധിപ്പിക്കേണ്ട ഒരാവശ്യവുമില്ല കേട്ടോ, റോണി സന്തോഷത്തോടെ ഇറങ്ങാൻ നേരമാണ് അമ്മ പറഞ്ഞത്. എൻ്റെ മൂത്ത മരുമോളെ ആരെക്കാളും എനിക്കിഷ്ടമായത് ഷേർലിയായ എന്ന് വെച്ച് അവളെയും കൂട്ടി ഒന്ന് അമ്പലത്തിൽ പോകാനുള്ള ആശ നിറവേറുന്നില്ല. ക്രിസ്ത്യാനിയായിരിക്കുവോളം അവൾക്ക് അമ്പലത്തിൽ കയറാൻ അനുവാദം കിട്ടൂലല്ലോ. ഷേർലിയെ മതം മാറ്റിയെടുക്കാൻ വല്ല മാർഗവും ഉണ്ടോയെന്നാണ് ഞങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. ചിരിയോടെയാണ് ശ്രീദേവി അമ്മ പറഞ്ഞതെങ്കിലും റോണിയിൽ അത് വല്ലാത്ത ഞെട്ടലുണ്ടാക്കി. അയാൾ അനിയത്തിയെ നോക്കി. ഷേർലി പെട്ടെന്ന് തിരിഞ്ഞ് അകത്തേക്ക് നടന്നു. റോണിയുടെ മുഖത്തെ മാറ്റം രവീന്ദ്രൻ ശ്രദ്ധിച്ചു. താൻ പറഞ്ഞത് ശരിയായില്ലേ എന്ന് ശ്രീദേവി അമ്മയ്ക്കും സംശയമായി. നോക്കൂ, അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് ഷേർലിയെ ഇവിടെ ആരും മതം മാറ്റാനൊന്നും നോക്കുന്നില്ല കേട്ടോ, ശ്രീദേവി അമ്മ റോണിയെ നോക്കി പുഞ്ചിരിച്ചു. അല്ലേലും ഒരു ഹിന്ദു ക്രിസ്ത്യാനിയാകുന്നത് അത്ര എളുപ്പമല്ല ഒരു ക്രിസ്ത്യാനി ഹിന്ദു ആകുന്നത്.
ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒക്കെ ചിന്തിക്കാതെ നല്ല മനുഷ്യരായി ജീവിക്കുന്നതല്ലേ അമ്മേ എല്ലാവർക്കും സുഖം? റോണി ശ്രീദേവി അമ്മയെ നോക്കി. ആ വാചകം ശ്രീദേവി അമ്മയെ സ്പർശിച്ചു. ഒരു നിമിഷം അവർ നിശബ്ദയായിരുന്നു. എന്നിട്ട് പുഞ്ചിരിയോടെ തലയാട്ടി. നല്ലത് ആര് പറഞ്ഞാലും സമ്മതിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. മോനിപ്പം പറഞ്ഞത് ഒരു വലിയ കാര്യമാണ്. പക്ഷേ എല്ലാവരും അങ്ങനെ ചിന്തിക്കണം. നാളെ രവിക്കും ഷേർലിക്കും ഉണ്ടാകുന്ന കുട്ടികൾക്ക് വിവാഹവും മറ്റും വേണ്ടി വരുമ്പോൾ അവരുടെ ജാതിയെയും മതത്തെയും പറ്റി ആളുകൾ തിരക്കാൻ പാടില്ലെന്ന് മാത്രം. ഷേർലി ഹിന്ദുവായി മതം മാറിയാൽ ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമോ അമ്മേ? റോണി തിരക്കി. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത തർക്കം? രവീന്ദ്രൻ ഇടയിൽ കയറി. ഷേർലി ക്രിസ്ത്യാനിയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ അവളെ വിവാഹം ചെയ്തത്. അതില്ലെങ്കിലും കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോഴും തോന്നുന്നില്ല. അവൾ ഷേർലിയായും ഞാൻ രവീന്ദ്രനായും സന്തോഷമായി ജീവിച്ചു പോകും. പിന്നെ അമ്മയ്ക്ക് ഷേർലി ഒരു ഹിന്ദുവായിരുന്നെങ്കിൽ എന്ന് തോന്നിയത് സ്വാഭാവികം. മരുമകളെയും കൊണ്ട് അമ്പലത്തിൽ പോകാനുള്ള കൊതി കൊണ്ട് മാത്രമാണ്. എൻ്റെ ഏട്ടന്മാരുടെ ഭാര്യമാരെ പറ്റി അമ്മയ്ക്ക് ഇത്രയും താല്പര്യം തോന്നിയിരുന്നില്ല. ഷേർലിയെ ഇഷ്ടമായതുകൊണ്ടാണ് അമ്മ. രവീന്ദ്രൻ പറഞ്ഞത് റോണിക്ക് വ്യക്തമായും മനസ്സിലായി. ക്ഷേത്രാധികൃതർ സമ്മതിക്കുമെങ്കിൽ ഷേർലി ഒരു സെറ്റുമുണ്ടും സിന്ദൂരപ്പൊട്ടുമായി അമ്പലത്തിൽ പോയിക്കോട്ടെ. ഞങ്ങൾക്കാർക്കും ഒരു എതിർപ്പുമില്ല, റോണി പറഞ്ഞു. പിന്നെ അകത്തേക്ക് നോക്കി ഷേർലിയെ വിളിച്ചു. മോളെ ഷേർലി, നീയൊന്നിങ്ങ് വന്നേ. ഷേർലി ഇറങ്ങി വന്നു. അവൾ കരഞ്ഞുവെന്ന് മുഖം വ്യക്തമാക്കി. അമ്മയ്ക്ക് ആഗ്രഹമുള്ളപ്പോൾ നീയും ഒപ്പം അമ്പലത്തിൽ പോകണം. ദൈവം ഒന്നേയുള്ളൂ. അത് നന്മയാണ്. നന്മയുടെ പ്രധാന ലക്ഷണം വിട്ടുവീഴ്ചയാണ്, റോണി അറിയിച്ചു. ഷേർലി രവിയെ നോക്കി. രവി പുഞ്ചിരിച്ചു. താൻ വളരെ സെൻറ്റിമെൻ്റലാകുന്നു. നിസ്സാര കാര്യങ്ങൾക്ക് ഇങ്ങനെ തളരാൻ തുടങ്ങിയാൽ ശരിയാവില്ല. കുറച്ചുകൂടി ധൈര്യം ആർജിക്കണം, രവി പറഞ്ഞു. റോണി മടങ്ങാൻ നേരം രവിയോടും ഷേർലിയോടുമൊപ്പം ശ്രീദേവി അമ്മയും പോർച്ചിൽ യാത്രയാക്കാനെത്തി. ബൈക്കിൽ കയറിയിരുന്ന റോണിയോട് ശ്രീദേവി അമ്മ പ്രത്യേകം പറഞ്ഞു. ഷേർലി മോളുടെ അമ്മയോട് ഇതുവരെ ഒന്ന് വരാൻ പറയുമോനെ. ഏതായാലും ഇവർ രണ്ടുപേരും തോന്നിയാസം കാണിച്ചു. അതങ്ങ് പുറത്ത് നമ്മളിനി ഒത്തുപോകുന്നതല്ലേ നല്ലത്. തീർച്ചയായും, റോണി സമ്മതിച്ചു. അമ്മ ക്ഷണിക്കും മുമ്പേ ഇങ്ങോട്ട് വരാനായി കയർ പൊട്ടിച്ചിരിക്കുക ഞങ്ങളുടെ മമ്മി. ഇത്തിരി മുൻചുണ്ടി ഉണ്ടെന്നേ ഉള്ളൂ. അമ്മയെപ്പോലെ തന്നെ പാവമാ അവിടുത്തെ മമ്മിയും. ആത്മാർത്ഥതയുള്ളവർക്കാ മുൻചുണ്ടി. അതൊന്നും സാരമില്ല, ശ്രീദേവി അമ്മ ചിരിച്ചു. മമ്മിയൊക്കെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഒരു ദിവസം ഷേർലിയെയും കൂട്ടി അമ്മയും അങ്ങോട്ടൊക്കെ വരണം, റോണി അറിയിച്ചു. നിങ്ങൾക്ക് സന്തോഷമാണെങ്കിൽ രവിയും ഷേർലിയും എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് വരും. പിന്നെ എൻ്റെ കാര്യം. ശ്രീദേവി അമ്മ ചമ്മലിൽ ചിരിച്ചു. ഞാൻ ഈ വീട് വിട്ട് എങ്ങോട്ടും പോകാറില്ല. മൂത്തന്മാരുടെ ഭാര്യമാർ എത്ര വട്ടം എന്നെ നിർബന്ധിച്ചിട്ടുണ്ടെന്നോ അവരോടൊപ്പം ചെന്ന് നിൽക്കാൻ. പക്ഷേ ഞാൻ ഇന്നുവരെയും പോയിട്ടില്ല. ഞാൻ ഇവിടുന്ന് പോയാൽ പിന്നെ ആരാ മച്ചിലും പാമ്പിൻകാവിലും സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കുന്നത്? ഞങ്ങൾ വന്നോളാം റോണി, രവി പറഞ്ഞു. അമ്മയെ നിർബന്ധിച്ചിട്ട് കാര്യമില്ല. അമ്മയ്ക്ക് ഈ വീടാ സ്വർഗം. അങ്ങനെ റോണി മടങ്ങി. മതം മാറുന്നതിനെക്കുറിച്ച് രവിയുടെ അമ്മ പറഞ്ഞതൊന്നും റോണി സ്വന്തം വീട്ടിൽ അറിയിച്ചില്ല. ഷേർലിക്ക് അവിടെ സുഖമാ, അവൻ എല്ലാവരോടും പറഞ്ഞു. രവിയുടെ കാര്യം പോകട്ടെ, ആ അമ്മയ്ക്ക് പോലും എന്ത് സ്നേഹം. മമ്മി ഒരു സെറ്റ് മുണ്ടും കൊടുത്ത് ചന്ദനക്കുറിയും തൊട്ട് മുഖത്ത് മുൻചുണ്ടിയും എടുത്ത് കളഞ്ഞാൽ രവിയുടെ അമ്മയായി. എനിക്ക് മുൻചുണ്ടി വന്നത് നിങ്ങൾ ഈ തല്ലിപ്പൊള്ളി മക്കൾ കാരണമല്ലയോ? ഗ്രേസമ്മ പരിഭവത്തിൽ മുഖം വെട്ടിച്ചു. മക്കൾ നല്ലതായിരുന്ന തള്ളമാരുടെ മുഖത്തും ആ വെട്ടം കാണും. ആകട്ടെ, ആരൊക്കെയാ രവിയുടെ വീട്ടിൽ പോകുന്നത്? റോണി തിരക്കി. വെറുതെ അങ്ങ് കൈയും വീശിപ്പോയാൽ മതിയോ? എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണ്ടായോ? ഗ്രേസമ്മ ചോദിച്ചു. ഉടുത്തുണിയോടെ ഇറങ്ങിപ്പോയ പെണ്ണ. ഞാൻ ചെല്ലുമ്പോൾ അവൾക്കായി കരുതി വെച്ചിരിക്കുന്ന സ്വർണം കൂടി കൊണ്ടുപോകാതെ പറ്റത്തില്ല. പിന്നെ കുറച്ച് പലഹാരം, പറ്റിയാൽ കുറച്ച് പാത്രങ്ങളും. അത് കേട്ട് ആൺമക്കൾ ചിരിച്ചു. ഗ്രേസമ്മ മുഖം വീർപ്പിച്ചു. കുറച്ച് രൂപയും കൊണ്ടുപോയി കൊടുക്കണമെന്നുണ്ട് എനിക്ക്. അതൊക്കെ ഉണ്ടെങ്കിലേ ഞാൻ പോകുന്നുള്ളൂ. 2-3 കോഴികളും ഒരു പോർക്കും കുറച്ച് ഉണക്ക കപ്പയും മീനും ഒക്കെയാവാം, സുനിൽ കളിയാക്കി. അത് നിന്റെ കെട്ടിയോളെ പേറ്റിന് പോകുമ്പം, ഗ്രേസമ്മ തിരിച്ചടിച്ചു. മകളുടെ ഭർതൃഗൃഹത്തിൽ പോകാൻ ആ മമ്മി ഒരുക്കങ്ങൾ കൂട്ടുന്നതിനിടയിൽ ശ്രീദേവിയമ്മ ഒരു സന്ധ്യയ്ക്ക് ഷേർലിയെയും കൂട്ടി അമ്പലത്തിൽ പോയി. ഷേർലി യാതൊരു മടിയും കാണിച്ചില്ല. റോണി നിർദ്ദേശിച്ചതുപോലെ അവൾ സെറ്റ് മുണ്ട് ഉടുക്കുകയും സിന്ദൂരപ്പൊട്ട് ചാർത്തുകയും ചെയ്തിരുന്നു. ശ്രീദേവിയമ്മയ്ക്ക് നിറഞ്ഞ സന്തോഷമായി. ഇപ്പോൾ നായൊരു പെണ്ണയല്ല എന്ന് നമ്പൂതിരിക്കുട്ടിയായാ തോന്നുക. കളിയാക്കണവർ ഒന്ന് കാണട്ടെ. രവി മാപ്പിളേച്ചിയെ കെട്ടിപ്പോരും. മാപ്പിളേച്ചിയാണെന്ന് നോക്കിപ്പം ഇത്രയും ഐശ്വര്യമുള്ള ഒരു പെൺകിടാവ് ഈ നാട്ടിൽ വേറെ ഏതാ? അവർ പരിചാരികയായ ഭാർഗവി അമ്മയെ നോക്കി. ഭാർഗവി അമ്മ തല കുലുക്കി. അമ്മായിയമ്മയും മരുമോളുമാണെന്ന് പോലും തോന്നില്ല നിങ്ങളെ രണ്ടാളെയും കണ്ടാൽ. സ്വന്തം അമ്മയും മോളുമാണെന്ന് ആരും കരുതൂ. ആണല്ലോ? ശ്രീദേവി അമ്മ ചോദിച്ചു. എങ്കിലിനി എൻ്റെ മോള് തന്നെയായത്. പെണ്ണിനെ പെറാത്ത എനിക്കും വേണ്ട ഒരു മോള്. ശ്രീദേവി അമ്മയും ഷേർലിയും ഗ്രാമത്തിലെ ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തെങ്കിലെത്തി. അപ്പോൾ കഴകക്കാരൻ വാര്യർ തിരക്കി. ഏതാ ശ്രീദേവി അമ്മേ ഈ കുട്ടി? എൻ്റെ കുട്ടി തന്നെയാ.
ശ്രീദേവി അമ്മ അഭിമാനത്തിൽ അറിയിച്ചു. എൻ്റെ രവിയുടെ ഭാര്യ. അതോടെ വാര്യരുടെ മുഖം മാറി. അയാൾ കള്ളച്ചിരിയോടെ അടുത്ത ചോദ്യം തൊടുത്തു. എന്താ കുട്ടിയുടെ പേര്? പെട്ടെന്നുള്ള ചോദ്യത്തിൽ ശ്രീദേവി അമ്മ പതറി. അത് വാര്യർക്കും മനസ്സിലായി. രവിയുടെ ഭാര്യ എന്ന് പറഞ്ഞതുകൊണ്ടാണ് പേര് ചോദിച്ചതേ. പേര് ഒന്നാലോചിച്ചിട്ട് രണ്ടും കൽപ്പിച്ച് ശ്രീദേവി അമ്മ ഒരു കളവ് പറഞ്ഞു. നന്ദിനി. അതോടെ വാര്യർ പൊട്ടിച്ചിരിച്ചു. നന്ദിനിയോ? നന്ദിനി എന്ന് ക്രിസ്ത്യാനികൾക്ക് പേരില്ലല്ലോ ശ്രീദേവി അമ്മേ. ശ്രീദേവി അമ്മയുടെ മുഖം കുനിഞ്ഞു. വലിയ തറവാട്ടുകാരിയല്ലേ ശ്രീദേവി അമ്മ? അഹിന്ദുക്കളെ ക്ഷേത്രത്തിൽ കടത്തുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്കറിയില്ലേ? ശ്രീദേവി അമ്മയ്ക്ക് ഉത്തരം മുട്ടി. ഷേർലി ഭയന്ന് ശ്രീദേവി അമ്മയുടെ പിന്നിൽ ഒളിച്ചു. കഥ തുടരും.